ഹിസോർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ തജിക്കിസ്ഥാന്റെ വിജയമുറപ്പിച്ചെത്തിയവരായിരുന്നു ഗാലറിയിൽ ഇരുന്നവരിൽ ഭൂരിഭാഗവും. കണക്കിലും കളത്തിലുമൊക്കെ ഇന്ത്യൻ സംഘത്തെക്കാൾ എത്രയോ മുന്നിലാണവർ. ഫിഫ റാങ്കിങ്ങിൽ 106 സ്ഥാനത്തുള്ളവർ. 27 സ്ഥാനമിറങ്ങി 133 സ്ഥാനത്താണ് ഇന്ത്യ. ഫുട്ബോൾ ചരിത്രത്തിൽ ഇതിനു മുമ്പ് 5 തവണ ഇന്ത്യയും തജിക്കിസ്ഥാനും നേർക്കുനേർ വന്നു. അതിൽ 3 തവണയും വിജയം തജിക്കിസ്ഥാനൊപ്പം നിന്നു. ഒറ്റ കളിയിലാണ് ഇന്ത്യക്ക് വെന്നിക്കൊടി നാട്ടാനായത്. അതും 18 വർഷങ്ങൾക്ക് മുമ്പ് 2008. ഇന്നലെ വരെ അതൊക്കെ ഒരു ചരിത്രമായിരുന്നു. എന്നാൽ ഹിസോറിൽ ആ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു പുതുയുഗം പിറന്നു. ദ ഖാലിദ് ജമീൽ എറ ബിഗിൻസ്. നീണ്ട 13 വർഷക്കാലം സാവിയോ മതേരയ്ക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ രാജ്യത്തിന്റെ ഫുട്ബോൾ ടീമിന്റെ തലപ്പത്തെത്തുമ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രതീക്ഷകൾ? കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ എത്ര വിദേശ പരിശീലകരെത്തി? അവരൊക്കെ ശ്രദ്ധയോടെ കരിക്കൽ നീക്കിയിട്ടും ഗതി പിടിക്കാതെ പോയ ഇന്ത്യൻ ഫുട്ബോളിൽ ഇയാൾ എന്ത് മലമറിക്കാനാണ്? സോഷ്യൽ മീഡിയയിൽ പലരും ഈ ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷത്തിനിടെ 4 ഇന്ത്യക്കാർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ തലപ്പത്തെത്തി. അവർക്കൊന്നും രാജ്യത്തിന്റെ കായിക ഭൂപടത്തിൽ വലിയ നേട്ടങ്ങൾ അടയാളപ്പെടുത്താനായിട്ടില്ല. തജിക്കിസ്ഥാനെതിരായ മത്സരത്തിന് തൊട്ടു മുമ്പ് തന്റെ കളിക്കൂട്ടത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ള ഒരുപിടി വർത്തമാനങ്ങൾ പറയുന്നുണ്ട് ഖാലിദ്. മത്സരത്തിന് ശേഷം ടച്ച് ലൈനരികിൽ അയാൾ അതേ പ്രതീക്ഷകളോടെ നിന്നു. കാഫ നാഷൻസ് കപ്പിൽ തജിക്കിസ്ഥാനെ അവരുടെ തിരുമുറ്റത്തിട്ട് തീർത്ത് ഇന്ത്യ തുടങ്ങുന്നു. 13 മിനിറ്റിനുള്ളിൽ എതിരാളികളുടെ വരയിലേക്ക് 2 തവണ തീകോരിയിടുന്നു. പിന്നീട് 1 മണിക്കൂറിനുള്ളിൽ പലകുറി ഇരമ്പിയെത്തിയ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ പതറാതെ ഗോൾമുഖം കാക്കുന്നു. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു ഒരു നിധി കാക്കും ഭൂതത്തെ പോലെ പോസ്റ്റിന് മുന്നിൽ നിലയുറപ്പിക്കുന്നു. ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ വിജയത്തിരമണയുന്നു. ബോൾ പൊസിഷൻ, സെറ്റ് പീസുകൾ, ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ തുടങ്ങി കണക്കിലും കളത്തിലുമൊക്കെ ഏറെ പുറകിലായിരുന്നു ഇന്ത്യ. പക്ഷേ ഫൈനൽ വിസിലിന് ശേഷം ഈ കണക്കുകളെയൊക്കെ അപ്രസക്തമാക്കി കളയുക മത്സരഫലമായിരിക്കുമല്ലോ. അവിടെ അവസാന ചിരി ഇന്ത്യയുടേതായിരുന്നു. കളി തുടങ്ങി 5-ാം മിനിറ്റിൽ തന്നെ ഇന്ത്യ ആദ്യ വടി പൊട്ടിച്ചു. മലയാളി താരം മുഹമ്മദ് ഉവൈസിന്റെ ലോങ് ത്രയാണ് ആ ഗോളിന് വഴി തുറന്നത്. ബോക്സിലെ കൂർന്നിറങ്ങിയ പന്തിനെ വലയിലേക്ക് തിരിക്കാൻ അൻവർ അലി വായുവിൽ ചാടി ഉയർന്നു. അൻവറിന്റെ 1ാം ശ്രമം വിഫലമായെങ്കിലും 2ാം ശ്രമത്തിൽ അയാൾ പന്തിനെ തലകൊണ്ട് വലയിലേക്ക് തിരിച്ചു. ഇന്ത്യ ലീഡ്സ്. തജിക്കിസ്ഥാനെ ഞെട്ടിച്ച് വെറും 8 മിനിറ്റിനുള്ളിൽ ഇന്ത്യയുടെ അടുത്ത പ്രഹരമെത്തി. വലതുവിങ്ങിൽ നിന്ന് ഗോൾ മുഖത്തേക്ക് അൻവർ അലിയുടെ ക്രോസ്. രാഹുൽ ബാക്കിയുടെ ബുള്ളറ്റ് ഹെഡർ തജിക്കിസ്ഥാൻ ഗോൾ കീപ്പർ ഹസനവ് തടഞ്ഞിട്ടെങ്കിലും റീബൗണ്ട് ചെയ്തെത്തിയ പന്തിനെ സന്ദേശ് ചിങ്കൻ വലയിലേക്ക് അടിച്ചു കയറ്റി. 15 മിനിറ്റിനുള്ളിൽ ഇന്ത്യ 2 ഗോളിന് ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ബംഗ്ലാദേശിനും ഹോങ്കോങ്ങിനുമെതിരെ ഒറ്റ ഗോൾ പോലും സ്കോർ ചെയ്യാൻ കഴിയാതെ പണിപ്പെട്ട അതേ ഇന്ത്യ തന്നെയാണോ ഇത്? ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലിരുന്ന ആരാധകർ കണ്ണുതിരുമ്മി ഒരിക്കൽ കൂടി സ്കോർ ബോർഡിൽ നോക്കി കാണണം. സ്വന്തം തട്ടകത്തിൽ ആദ്യ 15 മിനിറ്റിൽ തന്നെ പതറിപ്പോയ തജിക്കിസ്ഥാൻ നിരന്തര മുന്നേറ്റങ്ങളുമായി പിന്നീട് ഇന്ത്യൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയെത്തുന്നു. പ്രതിരോധം ആടികുടഞ്ഞു. 23-ാം മിനിറ്റ് ഒടുക്കം ആദ്യയുടെ മുന്നേറ്റങ്ങൾ ഫലം കണ്ടു. ഇടതുവിങ്ങിലൂടെ പന്തുമായി ഇന്ത്യൻ ഗോൾ മുഖത്തേക്ക് തജിക്കിസ്ഥാൻ താരങ്ങളുടെ കുതിപ്പ്. ആ മുന്നേറ്റം ബോക്സിലെത്തുമ്പോൾ ഷഹറോം സമിയേവിന്റെ കാലിലായിരുന്നു പന്ത്. ജിങ്കനെയും ഗുർപ്രീതിനെയും മറികടന്ന് അയാൾ അതിന്റെ വലയിലാക്കി. പിന്നെ ആ മത്സരത്തിൽ ഒരു ഗോൾ പോലും പിറന്നിട്ടില്ല. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ: ഗുർപ്രീത് സിംഗ് സന്ധു. കഴിഞ്ഞ 3 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഗുർപ്രീതിന് ഇന്ത്യൻ സംഘത്തിൽ ഇടമുണ്ടായിരുന്നില്ല. എന്നാൽ ഖാലിദ് ചുമതല ഏറ്റെടുത്ത ഉടൻ അയാളെ ടീമിലേക്ക് തിരിച്ചു വിളിച്ചു. ക്യാപ്റ്റൻ ആംബാൻഡും അയാളുടെ കൈകൾ തേടിയെത്തി. ഖാലിദിന്റെയും രാജ്യത്തിന്റെയും പ്രതീക്ഷകളെ ഗുർപ്രീത് പിന്നീട് കോട്ട കെട്ടിക്കാക്കുന്നതാണ് ആരാധകർ കണ്ടത്. 1-ാം പകുതി അവസാനിക്കുമ്പോൾ വെറും 35% ഇന്ത്യയുടെ ബോൾ പൊസിഷൻ. 2-ാം പകുതിയിൽ തജിക്കിസ്ഥാൻ തുടക്കം മുതൽ തന്നെ ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 47-ാം മിനിറ്റിൽ ഒരു സെറ്റ് പീസ് വഴി തുറന്ന നീക്കം. ബോക്സിന് വെളിയിൽ നിന്ന് പോസ്റ്റിന് ലക്ഷ്യമാക്കിയെത്തിയ ഷോട്ട് ശ്രമകരമായാണ് അയാൾ തട്ടിയകറ്റിയത്. പിന്നെ തുടരെ സേവുകൾ. സെറ്റ് പീസുകൾ അയാൾ മുന്നോട്ടാഞ്ഞെത്തി വായുവിൽ ഉയർന്നു പൊങ്ങി നിഷ്പ്രഭമാക്കുന്ന കാഴ്ച പലകുറി ഗാലറി കണ്ടു. പിന്നെയും ഗോളെന്നുറപ്പിച്ച നിരവധി നീക്കങ്ങൾ. 72-ാം മിനിറ്റിൽ തജിക്കിസ്ഥാൻ അനുകൂലമായൊരു പെനാൽറ്റി. വിക്രം പ്രതാപ് സിംഗിന്റെ ഫൗളിൽ റഫറിയുടെ വിസിൽ. കളി അവിടെ തീരുകയാണെന്ന് ഇന്ത്യൻ ആരാധകരൊക്കെ മനസ്സിൽ ഉറപ്പിച്ചതാണ്. എന്നാൽ ഗുർപ്രീത് ഒരിക്കൽ കൂടി തന്റെ ചിറക് വിടർത്തി ഇന്ത്യൻ പ്രതീക്ഷകളുടെ കാവലാളായി. 84-ാം മിനിറ്റിൽ മഹേഷ് സിംഗ് നാവോറത്തിന്റെ ഗോളെന്നുറപ്പിച്ചൊരു മുന്നേറ്റം തജിക്കിസ്ഥാൻ ഗോൾ കീപ്പർ ഏറെ പണിപ്പെട്ടാണ് തട്ടിയകറ്റിയത്. സ്റ്റോപ്പേജ് ടൈമിൽ ആദ്യയുടെ അവസാന നീക്കവും ഗോൾ പോസ്റ്റിൽ നകന്നുപോയി. ഒപ്പം വിജയപ്രതീക്ഷകളും. ഒടുവിൽ ഇന്ത്യൻ ജയം പ്രഖ്യാപിച്ച് ആ ഫൈനൽ വിസിലെത്തി.
കളി അവസാനിക്കും മുമ്പേ ആരാധകർ ഗാലറി വിട്ടു തുടങ്ങിയിരുന്നു. ടച്ച് ലൈനരികിൽ ഖാലിദ് ജമീലുണ്ട്. ബ്യൂട്ടിഫുൾ ഗെയിം അയാളുടെ പദ്ധതികളിൽ ഇപ്പോൾ ഇല്ല. ടീമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തൊക്കെയാണെന്ന് നന്നായി അറിയാം ഖാലിദിന്. അത് തിരിച്ചറിഞ്ഞയാൾ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. മലയാളി താരം മുഹമ്മദ് ഉവൈസിന് ഫസ്റ്റ് 11-ൽ ഇടം നൽകാനെടുത്ത തീരുമാനം 5-ാം മിനിറ്റിൽ തന്നെ ഫലം കണ്ടു. രാഹുൽ ബേക്കയും ഉവൈസും ലോങ് ത്രോകൾക്ക് പേരുകെട്ടവരാണ്. അപ്രതീക്ഷിത നിമിഷങ്ങളിൽ ഗോളിലേക്ക് വഴി തുറക്കുന്ന ഈ നീക്കങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഗുണം ചെയ്യാം. ഈ സ്ട്രെങ്ത്തിന് അയാൾ അറിഞ്ഞുപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇത്ര നേരത്തെ അത് ഫലം കാണുമെന്ന് ആരും കരുതിയിട്ടില്ലെന്ന് മാത്രം. ഒന്നുമില്ലായ്മകളിൽ നിന്ന് മൈതാനങ്ങളിൽ വിപ്ലവം തീർത്തവനാണ് ഖാലിദ്. ഇന്ത്യൻ ആരാധകരുടെ ഓർമ്മകൾ ഇപ്പോൾ 9 വർഷം പിറകിലേക്ക് സഞ്ചരിക്കുന്നുണ്ടാകും. 2016-17 സീസണിൽ ഐസ്വാൾ FCയെ ഐ ലീഗ് കിരീടമണിയിച്ചാണ് ഖാലിദ് ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക് ആവുന്നത്. പിന്നീട് ജംഷഡ്പൂർ FC വരെ നീണ്ടുകിടക്കുന്ന സമ്മോഹനമായ ഒരു കോച്ചിങ് കരിയർ. ഇന്ത്യൻ ഫുട്ബോൾ, ഈ മണ്ണിലെ പ്രതിഭകൾ എവിടെ നിന്ന് ആരംഭിക്കണം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഉറച്ച ബോധ്യങ്ങൾ ഖാലിദിനുണ്ട്. സമയമെടുക്കും, പക്ഷെ അയാൾ തന്നെ അടയാളപ്പെടുത്താതെ പടിയിറങ്ങില്ല. തീർച്ച.